ഹലോ ഫ്രണ്ട്സ്, ഹാപ്പി ദീപാവലി. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റുകളിലും വീടുകളിലും വളരെ കുറച്ച് സ്പേസ് ഉള്ളവർക്ക് ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ്. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്ത് താമസമാക്കിയിരിക്കുന്ന കിരണിൻ്റെ വീട്ടിലേക്കാണ്. വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ തന്നെ നമുക്ക് ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സ് കാണാൻ സാധിക്കും. എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ കാണുന്നത് ഒരു മണി പ്ലാന്റ് ആണ്. അത് കയറുന്ന ഭാഗത്ത് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വീട്ടിലേക്ക് കയറുന്ന ഭാഗത്ത് കുറേ മണി പ്ലാന്റ്സ് കാണാം. എല്ലാം നല്ല പോലെ ഹെൽത്തി ആയിട്ടിരിക്കുകയാണ്. കിരണിൻ്റെ വക ഒരു ടിപ്സും ഉണ്ട്. നമ്മൾ എപ്പോഴൊക്കെ മണി പ്ലാന്റ് വളർത്തുന്നു ആ സമയത്തൊക്കെ അതിൻ്റെ ലീവ്സിലേക്ക് നമ്മൾ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം. എന്നാൽ മാത്രമേ അത് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഉണ്ടാവത്തുള്ളൂ. വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന എല്ലാ പ്ലാന്റ്സും ലോ ലൈറ്റ് ആയിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ഒരുപാട് സൂര്യപ്രകാശം വേണ്ട, അല്ലാതെ തന്നെ നല്ലതുപോലെ ഹെൽത്തി ആയിട്ട് വളരുന്ന ചെടികളാണ്. വീടിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നത് ലക്കി ബാമ്പു ഉണ്ട്, അതുപോലെ തന്നെ സ്പൈഡർ പ്ലാന്റ്സും വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ കുറച്ച് സൂര്യപ്രകാശവും വളരെ കുറച്ച് കെയറും മാത്രം മതി. വെള്ളം ധാരാളമായിട്ട് വേണം ഈ സ്പൈഡർ പ്ലാന്റ്സ് ആണെങ്കിലും. പ്ലാന്റ്സ് വെച്ചിരിക്കുന്നതിനൊപ്പം തന്നെ ഒരുപാട് സ്റ്റാച്യൂസും അതുപോലെ ഹോം ഡെക്കർ ഐറ്റംസും വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ഭംഗിയാണ് വീടിന്. സെറാമിക് പോട്ട്സ് ആണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതലും ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് വെച്ചപ്പോഴത്തേക്ക് ആ റൂമിന് തന്നെ ഒരു പ്ലാന്റ്സ് എല്ലാം വന്നപ്പോൾ തന്നെ ഒരു ഭംഗിയാണ്. എല്ലാം നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്നേക്ക് പ്ലാന്റ് ഒക്കെ നമ്മൾ ബെഡ്റൂമിൽ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. കാരണം രാത്രി കാലങ്ങളിൽ ഇത് ഒരുപാട് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടെയാണ്. ഈ വീടിൻ്റെ ഒരു പ്രത്യേകത, എവിടെയൊക്കെ നമുക്ക് സ്പേസ് ഉണ്ടോ ആ സ്പേസിലെല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയാണ് ഈ വീട്ടിലോട്ട് കയറുമ്പം. ഇതൊരു ടി വി സ്റ്റാൻഡാണ്. ടി വി സ്റ്റാൻഡ് സൈഡിലായിട്ട് തന്നെ പ്ലാന്റും വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഡൈനിങ് ടേബിളിലാണ്. ഡൈനിങ് ടേബിളിൽ ഒരു റാബിറ്റിൻ്റെ ഒരു സെറാമിക് പോട്ടാണ്. അതിലേക്ക് പ്ലാന്റ് വെച്ചിരിക്കുകയാണ്. അത് ശരിക്കൊരു ടെയിൽ പോലെ ഉണ്ട്. ഒരു വാലിൻ്റെ ആ ഒരു ഷേപ്പിലാണ് ആ പ്ലാന്റ് പോകുന്നത്. ഡൈനിങ് ഏരിയയിൽ തന്നെ നമുക്കൊരു 3 ലെയർ ആയിട്ടുള്ള ഹാങ്ങിങ് പോട്ട്സ് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇത് വളരെ ഭംഗിയാണ് നമ്മൾ വീടിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത്. ഈ വീട്ടിൽ 2-3 സ്റ്റാൻഡുകൾ വെച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ആണ് വെച്ചിരിക്കുന്നത്. എല്ലാ പ്ലാന്റ്സും ഡിഫറെൻ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന് ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. വളരെ കുറച്ച് മിനിമം വാട്ടറാണ്. അതുപോലെ സൺലൈറ്റും വളരെ കുറച്ചാണ് കിട്ടുന്നത്. ഇവിടെ ഒരു ചെറിയ ബാൽക്കണി ഉണ്ട്. എല്ലാ പ്ലാന്റ്സും വളരെ നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഒരു ലീഫ് മാത്രം മതി ഇത് അടുത്ത ഒരു പ്ലാന്റ് ഉണ്ടാവാനായിട്ട്. വളരെ പെട്ടെന്ന് വളരുന്ന ചെടികളാണ്. ഒരുപാട് സൺലൈറ്റ് ഇവിടെ കിട്ടുന്നില്ല. എന്നിരുന്നാലും എല്ലാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇൻഡോറിൽ വളരുന്നുണ്ട്.
ബാൽക്കണിയിൽ തന്നെ ഒരുപാട് സ്റ്റാച്യൂസും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ നല്ല ഭംഗിയാണ്. അതുപോലെ വാട്ടർ പ്ലാന്റ്സും ഒരുപാട് കാണാൻ സാധിക്കും. ഇപ്പം ഈ കാണുന്ന വാട്ടർ പ്ലാന്റ്സിൻ്റെ അകത്ത് തന്നെ ഒരുപാട് മീനുകളുണ്ട് ഇതിൻ്റെ താഴെ. അത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത്. ഇത് പേർപ്പിൾ ഷാംറോക്കാണ്. അതുപോലെ ഈ ഗാർഡൻ്റെ അകത്ത് ഒരുപാട് ബട്ടർഫ്ലൈ പ്ലാന്റ്സും നമുക്ക് കാണാൻ സാധിക്കും. ഈ വാട്ടർ പ്ലാന്റിൻ്റെ അകത്ത് തന്നെ ഒരു ബുദ്ധയുടെ സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ ഈ ഒരു പോട്ട് വെച്ചിരിക്കുന്നത് സ്റ്റോൺസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണതിന്. ഇവിടെ കാണുന്ന എല്ലാ പോട്ട്സിലും അല്ലെങ്കിൽ സെറാമിക്കിൻ്റെ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കുറച്ച് പൊട്ടിയതൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ അത് വളരെ മനോഹരമായിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഗാർഡൻ്റെ അകത്ത്. ഒന്നും തന്നെ പാഴാക്കാതെ എല്ലാം യൂസ്ഫുള്ളായിട്ട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എല്ലാത്തിലും തന്നെ ക്ലേ ബോൾസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ അലോവേറ ആണെങ്കിലും ഹെൽത്തി ആയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ്സും ഉണ്ട്. അഗ്ലോണിമ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ മണി പ്ലാന്റ് ആണ് ഇത്. ഇതിൽ ഒരു ചെയർ, പാഴായി പോയ ഒരു ചെയറിനെ കയറുകൊണ്ട് കെട്ടി മണി പ്ലാന്റ് വളർത്താനായിട്ടുള്ള ഒരു ശ്രമമാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ കുറച്ച് സ്പേസ് ഉള്ളവർക്കും നമുക്ക് ഇൻറ്റീരിയർ നല്ല രീതിയിൽ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഒരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് തോന്നുന്നത്. ആദ്യമായിട്ടാണ് ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും നല്ലത് മണി പ്ലാന്റ്സ് തന്നെയാണ്. വാട്ടർ പ്ലാന്റ്സിൽ തന്നെ നമുക്ക് കുറച്ച് മീനും കൂടെ ഇടുവാണെങ്കിൽ നല്ല രസമായിരിക്കും, നല്ലൊരു ഭംഗിയാണ്. നമുക്ക് വൈകുന്നേരങ്ങളിൽ ബാൽക്കണിയിലൊക്കെ വന്നിരിക്കുമ്പം നമുക്കൊരു പോസിറ്റീവ് വൈബാണ് തരുന്നത്. വാട്ടർ പ്ലാന്റ്സ് ഒരുക്കുന്ന സമയത്ത് കുറച്ച് ഗപ്പി പോലുള്ള ഫിഷുകൾ ഇടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഗപ്പി പോലുള്ള ഫിഷുകൾ ഇടുവാണെങ്കിൽ നമുക്ക് കൊതുകളിൽ നിന്നും മോസ്കിറ്റോസ് ഉണ്ടാവാതെ തന്നെ ഇത് നോക്കും. അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലത് ഗപ്പി പോലുള്ളതാണ്. അവർക്ക് കുറച്ചും കൂടെ ഒരു പ്രതിരോധ ശക്തി വളരെ കൂടുതലാണ് മറ്റ് ഫിഷിനെ അപേക്ഷിച്ച്. ഇതുപോലുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് പെട്ടെന്ന് വളരുന്നതാണ്. നമ്മൾ വെറുതെ കൊണ്ടൊന്ന് ചെടികളൊന്ന് കുത്തി വെച്ചാൽ മതി, പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ പല ടൈപ്പിലെ ഓർക്കിഡ്സും കാണാൻ സാധിക്കും. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു.